പിന്നെ KSRTCയിൽ ചരിത്രപരമായ വിപ്ലവകരമായ ഒരു പരിപാടി സൗജന്യയാത്ര നടപ്പാക്കി ഇല്ലേ? ആ സൗജന്യ യാത്ര നടപ്പാക്കിയപ്പോൾ സിറ്റി ബസ് ഓർഡിനറി ബസ്സല്ല സിറ്റി ബസ്സാക്കി മാറ്റിയെന്നും പറഞ്ഞു വ്യാജ പ്രചരണം നടത്തി. ഒറ്റ ബസ് പോലും ഓർഡിനറി ബസ് സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. സിറ്റി ഫാസ്റ്റ് ഇപ്പോൾ പല സൗകര്യത്തിനും വേണ്ടി തിരുവനന്തപുരത്ത് ഓർഡിനറി ആക്കിക്കൊണ്ടിരിക്കുക. സിറ്റി ഫാസ്റ്റ് കള്ളപ്രചരണം, അതിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടി കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കിയ ഒരു വിപ്ലവകരമായ പദ്ധതിയുടെ ഗ്രേസ് കളയാൻ വേണ്ടി പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. പച്ചക്കള്ളം ഓർഡിനറി ബസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്പർ കുറയ്ക്കാൻ വേണ്ടി. ഇന്നലെ കണക്ക് വന്നല്ലോ, എത്ര ലക്ഷം പേരാണ് അതിൽ യാത്ര ചെയ്തതെന്ന്. ആവേശഭരിതരായി. എണ്ണം കൂടിയിട്ടല്ലേ യാത്ര ചെയ്തത്, എണ്ണം കുറഞ്ഞില്ലല്ലോ, കൂടുതലേ ചെയ്ത്. ഇന്നലത്തെക്കാളും കൂടുതൽ ആളുകളല്ലേ ഇന്ന് യാത്ര ചെയ്തത്. നുണ പ്രചരിപ്പിക്കുകയാണ്. പിന്നെ വേറൊരു വാർത്ത, ഈ സഹകരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ഫീസ് കൂട്ടി UDF സർക്കാർ വന്ന ഉടനെ തന്നെ വ്യാപകമായ പ്രചരണമാണ്. ഫെബ്രുവരിയിൽ കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത്. എഴുതി വെച്ചോ, കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത് ഫെബ്രുവരിയിൽ. ഞങ്ങളല്ല കൂട്ടിയത്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം 1 രൂപ കൂട്ടിയിട്ടില്ല. ഇടുക്കിയിൽ ഒരു ഇക്കോളജിക്കൽ സോൺ പ്രഖ്യാപിച്ചു, പരിസ്ഥിതി ലോല മേഖല പ്രഖ്യാപിച്ചു. ഉടനെ ഇടുക്കി CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയാണ്, VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്ന ഉടനെ ഇടുക്കിയിൽ പരിസ്ഥിതി ലോല മേഖല പ്രഖ്യാപിച്ചു. ഈ ഗവൺമെന്റ് ഒരു കത്തടപാട് കേന്ദ്ര ഗവൺമെന്റായി നടത്തിയിട്ടില്ല. ഇതെല്ലാം നടത്തിയത് ആരാ? 21/12/2024 കേന്ദ്ര സർക്കാർ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ട്. ഇതിന്റെ ഇക്കോ സെൻസിറ്റീവ് സോൺ പ്രപ്പോസൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ തയ്യാറാക്കി 2024 കൊടുത്തു. തുടർന്ന് 5/4/2025 ഇതുമായി ബന്ധപ്പെട്ട അധിക വിവരങ്ങൾ സമർപ്പിച്ചു. അതിനുശേഷം ഈ സംരക്ഷിത വനപ്രദേശങ്ങളുടെ ഈ സെറ്റ് പ്രപ്പോസൽ ഉൾപ്പെടുന്നില്ല എന്ന് ചെറിയ സ്ഥലങ്ങൾ അധിക വിവരം വീണ്ടും കൊടുത്തു. തുടർന്ന് പ്രസ്തുത പ്രപ്പോസൽ സംബന്ധിച്ച് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ട പ്രകാരമുള്ള അധിക വിവരങ്ങൾ കൂടി വിശദമാക്കി പുതുക്കിയ ഇക്കോ സെൻസിറ്റീവ് സോൺ പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് 13/10/2025 സമർപ്പിച്ചിരുന്നു. അതനുസരിച്ചിട്ടാണ് പ്രപ്പോസൽ പ്രകാരം ഇരവികുളം, ചിന്നാർ, കുറിഞ്ഞിമല, ആനമുടി ഷോല, പാമ്പാടും ഷോല എന്നീ സംരക്ഷിത പ്രദേശങ്ങളുടെ കരട് ഇക്കോ സെൻസിറ്റീവ് സോൺ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ 2/6/2026 പ്രസിദ്ധീകരിച്ചത്. ഞങ്ങൾ 18/5 അധികാരത്തിൽ വന്ന ഞങ്ങളുടെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റുമായി ഒരു കത്തിടപാടും നടത്തിയിട്ടില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്ന് 17ാമത്തെ ദിവസം ഇക്കോ സെൻസിറ്റീവ് സോണായി ഈ ഇടുക്കിയിലെ മേഖല പ്രഖ്യാപിച്ചതിന്റെ മുഴുവൻ ഈ സംസ്ഥാന സർക്കാർ കൊടുത്ത പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തില്ല. എന്നിട്ട് പത്രസമ്മേളനം നടത്തി പറയാണ്, ഞാൻ മുഖ്യമന്ത്രിയായപ്പോഴാണ് ഇത് സംഭവിച്ചത്. നുണപ്രചരണങ്ങളാണ് ഈ. ഞങ്ങൾ 1 മാസം തികഞ്ഞിട്ടില്ല, 1 ഡസനാണ്. റേഷൻ വിതരണം മുഴുവൻ സ്തംഭിച്ചു. എവിടെ റേഷൻ വിതരണം സ്തംഭിച്ചത്? ഒരു സ്റ്റാറ്റ്യൂട്ടറി റേഷന്റെ 1 ഗ്രാം അരി ഒരു സ്ഥലത്തും കുറച്ചു കൊടുത്തിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് ചില സമയത്ത് 3 മാസം കൂടുതൽ അരി കൊടുക്കാൻ പറയും. ആ 3 മാസം അരി കൂടുതൽ കൊടുത്തു. അതിന് പിന്നീട് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശം വന്നാൽ കൂടുതൽ അരി കൊടുക്കും. പിന്നെ ഇനി നമ്മൾ ഈ ടൈഡ് ഓവറായി വരുന്ന അരിയുണ്ട്, അതായത് വിൽക്കപ്പെടാതെ പോകുന്ന അരി, അധികമായി കിട്ടുന്ന അരി, അത് നമ്മൾ ശേഖരിച്ചു വെക്കും. എപ്പോഴാണ് ശേഖരിച്ചു വെക്കണം? ഓണക്കാലത്ത് എല്ലാവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ശേഖരിച്ചു വെക്കും. എന്നിട്ട് വ്യാപകമായി UDF സർക്കാർ വന്നു, റേഷൻ വിതരണം മുടങ്ങി. വ്യാജപ്രചരണമാണ്, കള്ളപ്രചരണങ്ങൾ നടക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളിലാണ് നടക്കുന്നത്? വ്യാപകമായി ഒരു സംഘം, ഒരു കാര്യം അവർ മനസ്സിലാക്കിക്കൊള്ളണം, ഇതുപോലെ കഴിഞ്ഞ 1-2 വർഷം വ്യാപകമായി കള്ളപ്രചരണം നടത്തിയാണ് PRDയുടെ കൂടി സഹായത്തോടു കൂടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.